RSSനെ കുറിച്ച് എല്ലാവരും ധരിച്ചിരിക്കുന്നത് RSS എന്തോ ഒരു സെപ്പറേറ്റ് സംവിധാനമായിട്ടാണ്. അങ്ങനെയല്ല. RSS എന്ന് പറയുന്ന ഒരു പവർ ഹൗസ്, ആ പവർ ഹൗസിൽ നിന്ന് കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഉൽപ്പാദിപ്പിക്കുന്ന കരണ്ട് എന്തായി നാട്ടിൽ വിവിധ പ്രവർത്തികളിൽ ഏർപ്പെടുകയാണ്. വീടുകളിൽ വെളിച്ചമുണ്ടാവുന്നു, ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ സമൂഹത്തിന്റെ നിഖില മേഖലകളിലും എന്തായി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യല്ലേ. ഇതേപോലെയാണ് RSS. കോൺഗ്രസിനകത്തും RSS ഉണ്ട്. ഇപ്പോ BJP തന്നെ ഇന്ത്യ രാജ്യം ഭരിക്കണമെന്ന് RSS നിർബന്ധമില്ല. RSS വിഭാവനം ചെയ്യുന്ന ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ആ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തിന് ബലമേകി കിട്ടാൻ എവിടെയെല്ലാം സാന്നിധ്യം ഉണ്ടാവും അവിടെയെല്ലാം അവരുടെ പ്രാർത്ഥന ഉണ്ടാവും. ഒരേ സമയം RSS ആവുകയും ഒരേ സമയം കോൺഗ്രസ് ആവുകയും ചെയ്യുന്ന എന്തോരം ആളുകളുണ്ട്. RSSന്റെ ശാഖയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കോൺഗ്രസ്സുകാരനായിരിക്കും. RSSന്റെ നിയന്ത്രിക്കുന്ന വിശ്വഹിന്ദു പരിഷത്തിൽ പ്രവർത്തിക്കുന്നവൻ കോൺഗ്രസ് ആയിരിക്കും. ബാലഗോകുലം RSSന്റെ പരിവാർ സംഘടനയാണ്. നമ്മൾ വിചാരിക്കുന്ന ബാലഗോകുലം എന്ന് പറയുന്നത് പൊതുവായ സംഘടനയാണെന്ന് അല്ല. ബാലഗോകുലം എന്ന് പറയുന്ന RSS നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണ്, കുട്ടികളുടെ സംഘടനയാണ്. അതിന്റെ വിചാരങ്ങളും ചിന്തകളും ഉണ്ടാക്കുന്നത് RSS കാര്യാലയങ്ങളിൽ നിന്നാണ്, RSS ബൗദ്ധിക തലങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ അവിടെയും പ്രവർത്തിക്കുന്നവൻ RSS ബന്ധാണ്. അങ്ങനെ സമൂഹത്തിന്റെ നിഖില മേലെ, അതാണ് ഈ പരിവാർ പ്രസ്ഥാനങ്ങൾ. ഡയറക്റ്റ് RSS ആവേണ്ടതില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് RSS ആവും. ബാലഗോകുലത്തിൽ പ്രവർത്തിക്കുന്നവൻ RSS ബന്ധാണ്. BMS ഒരു തൊഴിലാളി സംഘടനയാണ്, അതിൽ പ്രവർത്തിക്കുന്നവന് RSS ആവണമെന്നില്ല, അവൻ BJP ആവണമെന്നില്ല. പക്ഷെ ആ തൊഴിലാളി രംഗത്ത് RSSന്റെ സാന്നിധ്യമാണ് കാണുന്നത്. പോലീസിൽ ഇപ്പോ IAS IPS ഓഫീസർമാരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നതിന്റെ കാരണം കണ്ടില്ലേ? ഇപ്പൊ കേരളത്തില് സെൻകുമാർ കേരളത്തിന്റെ പോലീസ് മേധാവിയായിരുന്നു. ആ പോലീസ് മേധാവി ആയിരുന്ന ഒരാളിൽ RSS വളർന്നു. അതാണ് RSSന്റെ സമ്പർക്കം എന്ന് പറയുന്നത്. RSS ആവണമെന്നില്ല. RSSന്റെ താത്പര്യം സംരക്ഷിക്കുന്ന DGP ആയാൽ മതിയല്ലോ. RSSന്റെ താത്പര്യം സംരക്ഷിക്കുന്ന കോൺഗ്രസ് ആയാൽ മതിയല്ലോ. RSSന്റെ താത്പര്യം സംരക്ഷിക്കുന്ന ലീഗ് ആയാൽ മതിയല്ലോ. അപ്പൊ പിന്നെ ശരിയായില്ലേ? പതിറ്റാണ്ട് കാലം RSS പരിശ്രമിച്ചിട്ട്, ജനസംഘം പരിശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യമാണ് നരസിംഹറാവുവിലൂടെ RSS നടത്തിയത്. പൂട്ടിയിട്ടിരുന്ന പള്ളി തുറന്ന് ശിലാപൂജ നടത്താൻ അനുവാദം കൊടുത്ത് രാജീവ് ഗാന്ധിയാണ്. ആ രാജീവ് ഗാന്ധിയുടെ ഹൃദയത്തിനകത്ത് RSS സ്വാധീനം ചെലുത്തി. ഇത് RSS സംവിധാനം എന്ന് പറയുന്നത്. അങ്ങനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് RSS എന്ന് മനസ്സിലാവും. ഇപ്പൊ 2025 വിജയദശമി ദിവസം RSSന്റെ 100ാം ജന്മവാർഷികമാണ്. ആ 100ാം ജന്മവാർഷികത്തിൽ ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രമാവണം, ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ RSSന്റെ കേന്ദ്ര കാര്യാലയത്തിൽ നിന്ന് പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇന്ത്യയിൽ ആകമാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ജനജാഗരണം ഉണ്ടാക്കിയെടുക്കാൻ അയോധ്യ കഴിഞ്ഞു, അങ്ങനെ BJP വന്നല്ലോ. ഇനി ഓരോ പള്ളികളും ലക്ഷ്യം വെച്ച് നീങ്ങുന്നതിന്റെ പുറകിൽ ഈ 2025 ആകുമ്പോൾ ഇന്ത്യയിലെ ഇവരുദ്ദേശിക്കുന്ന ഹിന്ദു ഏകീകരണം സംജാതമാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പലതും സംഭവിച്ചു കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഏക സിവിൽ കോഡ് വിഷയം വരുന്നു. അതുപോലെ തന്നെ ഈ സംബാൽ സംഭവം കണ്ടില്ലേ? ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടെത്തുന്ന സംഭവങ്ങൾ. അങ്ങനെ രാജ്യത്താകമാനം RSS വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിന് അടിസ്ഥാന ശില പാകിയത് കോൺഗ്രസ്സാണ്. RSSന്റെ കടന്നുകയറ്റത്തിന് അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. ഇനി ഇത് കൂടുതൽ അപകടകരമായി മുന്നോട്ട് പോകും എന്നതാണ് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അതിന്റെ ഒരു കണ്ണി ആവുകയാണ് ശരിക്കും സതീശനും.